വേറെ എന്തെങ്കിലും ന്യൂസ് കിട്ടിയാണ് എന്തെങ്കിലും ഒരുപാട് നാളെ എന്തെങ്കിലും അറിഞ്ഞിട്ട് ചെവി തരിക്കുന്നു. ഹായ് ഗൈസ്, അപ്പൊ എല്ലാരും കുറെ പേര് കാര്യം അറിയാതെ എന്നെ കൊണ്ട് ഒരു ബ്ലോഗ് ഇടുന്നു പറയുന്നുണ്ട്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാണ്. ബ്രേക്കപ്പ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായി. വേറൊന്നല്ല, ബ്രേക്കപ്പ് ആകാൻ കാരണം വേറൊന്നല്ല, അവളുടെ കുറച്ച് അനാവശ്യ ചാറ്റും കാര്യങ്ങളും അവളും വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ടിന് ഒരു ലൈനുണ്ട്. ആ ലൈന് അവളെ ഒരു ഫ്രണ്ടിന്റെ ലൈനോട്ട് ലൈനാ. എനിക്കിത് അറിയാൻ വയ്യ. അത് വേറെ ആരുമല്ല, എന്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ അവനെ കൂടെ കൊണ്ട് നടന്നവൻ തന്നെയാണ്. അവൻ തന്നെയാണ് എന്നെ ചതിച്ചതും അവളും അവനെ കൂടിയിട്ട്. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. ഈ പ്രശ്നമെന്ന് വെച്ചാ ഞാനും വിഷ്ണുവായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനൊരു ആടെ പേര്. കല്യാണം കഴിഞ്ഞ പെണ്ണ് വേറൊരാളുടെ അവിഹിതം, കല്യാണം കഴിഞ്ഞ ചെറുക്കൻ പഠിച്ചു ചെയ്ത പെണ്ണോട്ട് അവിഹിതം. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? ഞാൻ ഇവളുടെ ഒരു ചാറ്റ് പൊക്കി ജസ്റ്റ് ഒന്ന് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അങ്ങനെ വഴക്കിട്ടും കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 2 മണിക്ക് അങ്ങനെ ട്രെയിൻ കയറി ഒറ്റയ്ക്ക് അങ്ങനെ വന്നതാണ്. ഒരാഴ്ചത്തെ പ്രണയത്തിന് 8 വർഷത്തെ കെയറിങ് കൊടുത്തത് കൊണ്ട് മിന്നു എന്നെ വിട്ടങ്ങ് പോയി. നമ്മള് ജസ്റ്റ് ഒന്ന് ലോക്ക് തുറന്നുകൊണ്ട് ഞാൻ റീചാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവൾക്ക് മനസ്സിലായി, എല്ലാം അറിഞ്ഞു. ഇവള് അനാവശ്യ വീഡിയോകളും കുറച്ച് കാര്യങ്ങളൊക്കെ അവനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് പേടിയാവുന്നളിയാ, എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. എനിക്കും അറിയാൻ വയ്യ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവനാണെങ്കിൽ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്ന് ഞാനും അവനും അങ്ങനെ ഒരു കുറച്ച് ബന്ധമുണ്ട്. അതെ, ആ കൊച്ചിന് ആരോ ആയിട്ട് പ്രേമം ഉണ്ടായിരുന്നു പോലും. എല്ലാ കാര്യങ്ങളും തെളിവായിട്ട് ഇതിന്റെ ബാക്കിൽ തന്നെ ഓരോരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഞങ്ങൾ തമ്മിൽ കല്യാണമൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് മാത്രമേ, നിയമപരമായിട്ട് ഞങ്ങൾ തമ്മിൽ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് എല്ലാം നിർത്തി എന്നാ പറഞ്ഞത്. പിന്നെ ഞാനറിയാതെ ഈ കഞ്ചാവൊക്കെ വലിക്കാൻ തുടങ്ങി. കഞ്ചാവല്ല പഞ്ചാബാണോ ചോദിച്ചാ? ഇതൊക്കെ വലിച്ചിട്ടാണ് അവൻ ഇങ്ങനത്തെ ഉള്ള സംശയ രോഗമൊക്കെ കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ശരിക്കും കാണിച്ചു കൊടുക്കുക ഇവനുമായിട്ടുള്ള ഈ ബന്ധം. അപ്പൊ പറ, എന്താണ് ശരിക്കും ആക്ച്വലി പ്രോബ്ലം? ഇവളും അവനും തമ്മിൽ ഇഷ്ടത്തിലായതുകൊണ്ട്, അവനും ഇവളും തമ്മിൽ പ്രശ്നത്തിലായതുകൊണ്ട് അവരെ തമ്മിൽ എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് കുഴി കണ്ടപ്പോ അടിവയറ്റിലും മഞ്ഞുള്ള രാത്രി